നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പാണോ സുരേഷ് ഗോപി വിവാദത്തിലുമാണ്. കുറച്ചു കാലങ്ങളായി സുരേഷ് ഗോപി എന്ത് പറഞ്ഞാലും ചെയ്താലും വിവാദം തന്നെ. മാധ്യമപ്രവർത്തകരുടെ കേസ് മുതൽ തൃശൂർ ലൂർദ് പള്ളിയിലെ മാതാവിന് നൽകിയ കിരീടം വരെ നിൽക്കുന്നു വിവാദങ്ങൾ. ഇതായപ്പോൾ തിരഞ്ഞെടുപ്പ് തീയതി വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത വിവാദവും അതിനുള്ള സുരേഷ് ഗോപിയുടെ മറുപടിയുമാണ് ചർച്ചയാകുന്നത്. കലാമണ്ഡലം ഗോപിയാശാനുമായുള്ള വിവാദത്തിൽ താൻ പഴയ കറതീർന്ന SFI-കാരനാണെന്നാണ് സുരേഷ് ഗോപിയുടെ മറുപടി. ഇനി ഇതിനുള്ള മൂല കാരണത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം കലാമണ്ഡലം ഗോപിയാശാന്റെ മകൻ രഘുരാജ് പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു കാര്യങ്ങളുടെ തുടക്കം. കലാമണ്ഡലം ഗോപിയുടെ അനുഗ്രഹം തേടാൻ സുരേഷ് ഗോപി വീട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നതായി ഒരു പ്രശസ്ത ഡോക്ടർ വിളിച്ചു പറഞ്ഞെന്നും വരേണ്ടെന്ന് പറഞ്ഞപ്പോൾ ആശാന് പത്മഭൂഷൺ കിട്ടേണ്ടേ എന്ന് ചോദിച്ചെന്നും ഗോപിയുടെ മകൻ രഘുരാജ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നു. അങ്ങനെ എനിക്ക് പത്മഭൂഷൺ വേണ്ട എന്ന് കലാമണ്ഡലം ഗോപി മറുപടി നൽകിയെന്നും ആ ഗോപിയല്ല ഈ ഗോപി എന്ന് മനസ്സിലാക്കണമെന്നുമായിരുന്നു രഘുവിന്റെ കുറിപ്പിന്റെ തുടക്കം. വ്യാപകമായി ചർച്ചയായപ്പോൾ പോസ്റ്റ് രഘു പിന്നീട് പിൻവലിക്കുകയും ചെയ്തു. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ പേരാമംഗലത്താണ് കലാമണ്ഡലം ഗോപിയുടെ വീട്. ഈ വിഷയം രാഷ്ട്രീയ ചർച്ചയായതിനെ തുടർന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടിയും വന്നത്. കുത്തിത്തിരിപ്പുണ്ടാക്കിയില്ലെങ്കിൽ കലാമണ്ഡലം ഗോപിയാശാനെ ഇനിയും കാണാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കരുണാകരന്റെ സ്മൃതി കുടീരം സന്ദർശിക്കണോ എന്ന് എന്റെ നേതാക്കൾ പറയട്ടെ എന്നും സുരേഷ് ഗോപി, കൂടാതെ താൻ മുൻ SFI-കാരനാണെന്നും CPM നേതാവ് MM ബേബിക്ക് അറിയാമെന്നും ഇക്കാര്യം നിങ്ങൾ ബേബിയോട് ചോദിക്കൂ, ബേബിയുടെ ക്ലാസ്സിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. K കരുണാകരനോട് നീതി കാണിച്ചോ എന്ന് കോൺഗ്രസ് ആത്മപരിശോധന നടത്തണം. കരുണാകരന്റെ കുടുംബവുമായുള്ള ബന്ധം രാഷ്ട്രീയത്തിന് അതീതമാണ്, അത് തുടരും. കരുണാകരന് ജനകീയ നേതാവായിരുന്നു. കരുണാകരന്റെ സ്മൃതി കുടീരം സന്ദർശിക്കണോ എന്ന് ഞാൻ നേതാക്കളോട് പറയട്ടെ. സന്ദർശനം എല്ലാവർക്കും സ്വീകാര്യമാകണം. ഒരിടത്തും കടന്നു കയറില്ല. എന്റെ വീട്ടിലേക്ക് ഒരുപാട് പേർ വോട്ട് തേടി വന്നിട്ടുണ്ട്. വന്നവരെല്ലാം ഞാൻ സ്വീകരിച്ചു. ഗോപിയാശാൻ എന്നെ സ്വീകരിക്കാത്തത് അവരുടെ രാഷ്ട്രീയ ബാധ്യതയാണ്. അത് അവഗണനയല്ല. എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അവരുടെ ഹൃദയത്തോട് ചോദിക്കണം. ആ സ്നേഹം ഞാൻ തൊട്ടറിഞ്ഞിട്ടുണ്ട്. കരുണാകരന്റെ ഭാര്യ സഹോദരിയുടെ വീട്ടിൽ വന്നതിൽ രാഷ്ട്രീയമില്ല. വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ല. വോട്ട് ചെയ്യുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ്. യോഗമെന്ന് തോന്നുന്നതാണ് വ്യക്തികൾ ചെയ്യുക. വ്യക്തികളുടെ ബലാബലത്തിന് മുമ്പിലായിരിക്കും എന്റെ വിജയം. ഇങ്ങനെയായിരുന്നു സുരേഷ് ഗോപിയുടെ കലാമണ്ഡലം ഗോപിയുമായി വിവാദത്തിലുള്ള മറുപടി. കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. പാർട്ടിയും ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അറിവോടെയാണോ എന്നും അറിയില്ല. അദ്ദേഹം എനിക്ക് ഗുരുതുല്യനാണെന്നും മണ്ഡലത്തിൽ ആരെയൊക്കെ കാണണമെന്ന പട്ടിക തയ്യാറാക്കുന്നതും പാർട്ടിയാണെന്നും ഗോപിയാശാനെയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം അനുവദിക്കുന്നെങ്കിൽ അദ്ദേഹത്തെയും മനസ്സിൽ സങ്കല്പിച്ച അദ്ദേഹത്തിനുള്ള ഗുരുദക്ഷിണ ഗുരുക്കന്മാരുടെ ഗുരുവായ ഗുരുവായൂരപ്പനെ മുൻപിൽ സമർപ്പിക്കുമെന്നും സുരേഷ് ഗോപി മറുപടിയിൽ തീർത്തു പറഞ്ഞിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കണക്കുമ്പോൾ പ്രഖ്യാപനങ്ങൾക്കും പ്രകടനങ്ങൾക്കും ഒപ്പം വിവാദങ്ങളും ചൂടുപിടിക്കുകയാണ്. കോൺഗ്രസിന്റെ കൂടുവിട്ടുള്ള കൂറുമാറ്റവും LDF തകർച്ചയും എല്ലാം ആയുധമാക്കാനുള്ള നീക്കത്തിലാണ് NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി. പള്ളി സന്ദർശനവും അമ്പല സന്ദർശനവും എല്ലാം അദ്ദേഹത്തെ MP ആക്കുമോ ഇല്ലയോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.